നൂറനാട് പള്ളിമുക്കത്ത് ശ്രീ ഭദ്രകാളി ഭഗവതി ക്ഷേത്രത്തിൽ പിതൃതർപ്പണ ചടങ്ങുകൾ നടത്തി. പുലർച്ചെ 4 മുതലാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. നൂറനാട് പള്ളിമുക്കത്ത് ശ്രീ ഭദ്രകാളി ഭഗവതി ക്ഷേത്രത്തിൽ പിതൃതർപ്പണ ചടങ്ങുകൾ നടത്തി. പുലർച്ചെ 4 മുതൽ തന്നെ ചടങ്ങുകൾ ആരംഭിച്ചു. നൂറുകണക്കിന് വിശ്വാസികളാണ് ചടങ്ങുകളിൽ പങ്കെടുത്തത്. പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലായിരുന്നു പൂജാകർമ്മങ്ങൾ. തിലഹവനം, ഗണപതി ഹോമം എന്നിവയും നടന്നു. നമ്മൾ ഏതൊരു കർമ്മം ചെയ്യണമെങ്കിലും നമ്മുടെ ഭാരതീയ പാരമ്പര്യം അനുസരിച്ച് ആ കർമ്മഭാഗം ശുദ്ധീകരിക്കേണ്ടതായിട്ടുണ്ട്. ശുദ്ധീകരിക്കാൻ വേണ്ടി നമ്മൾ സപ്തനദികളെ ആവാഹിച്ചു കൊണ്ടുവന്നാണ് ഏതൊരു കർമ്മത്തിലും ഈ ശുദ്ധീകരണം നടത്തുന്നത്. അതിന് പുണ്യാഹം ഉണ്ടാക്കുക എന്ന് പറയും. അങ്ങനെ പുണ്യാഹം ഉണ്ടാക്കുക എന്നുള്ള ക്രിയയാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ആദ്യം നമ്മൾ അല്പം ആ ഇലയിൽ നിന്നും ജലവും. ബലിതർപ്പണത്തിനെത്തിയവർക്ക് ലഘുഭക്ഷണം, ചുക്കുകാപ്പി എന്നിവയും വിതരണം ചെയ്തു. ടി അജയകുമാർ, വിനേഷ് ശ്രീവത്സം, ജി സുനിൽകുമാർ, ബി ശിവപ്രസാദ്, സുധീഷ് കുമാർ ടി ജി തുടങ്ങിയവർ നേതൃത്വം നൽകി. തിലഹോമനാദി കർമ്മങ്ങളിൽ പങ്കെടുത്ത് സന്തോഷമായിട്ട് ജനങ്ങളിലേക്ക് പോകാവുന്നതാണ്. സ്ത്രീജനങ്ങൾക്ക് സ്റ്റേജിന് തെക്കുവശത്തായിട്ടുള്ള കുളിക്കടവിൽ സൗകര്യമുണ്ട്. പുരുഷന്മാരെ വടക്ക് ഭാഗത്തും പുറകിലും സജ്ജീകരിച്ചിരിക്കുന്ന കുളിക്കടവിൽ ഉപയോഗിക്കേണ്ടതാണ്. ഈ ശ്രാദ്ധകർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് തിലഹവനം. ആ തിലഹവനത്തിൽ എല്ലാവരും പങ്കെടുക്കണം. തിലഹവനത്തിന് ആയിട്ടുള്ള രസീത് തിലഹവനം നടക്കുന്ന യജ്ഞശാലയിൽ സമർപ്പിച്ച് അതിന്റെ പ്രസാദം ദക്ഷിണ കൊടുത്ത് പ്രസാദം സ്വീകരിക്കേണ്ടതാണ്. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്.